നിങ്ങള് എന്താ പറയാ, മഴ പെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു കുട കയ്യിൽ കരുതാറില്ലേ പുറത്തു പോകുമ്പോ? അതെ, തീർച്ചയായും നമ്മളൊരു സേഫ്റ്റി എപ്പോഴും നോക്കുമല്ലോ. അതെ അതെ. മഴ വന്നാൽ നനയാതിരിക്കാനുള്ള ഒരു ഇൻഷുറൻസ് ആണ് യഥാർത്ഥത്തിൽ ആ കുട എന്ന് പറയുന്നത്. നമ്മളിന്ന് നമ്മുടെ ഈ സ്രോതസ്സുകളിൽ നിന്ന് വിശകലനം ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡീപ്പ് ഡൈവിലെ വിഷയവും ഉം, ഇതുതന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങേണ്ടതിന്റെ അനിവാര്യത. ഹാ, കുടയുടെ ഉദാഹരണം വളരെ കറക്റ്റാണ് കേട്ടോ. അതായത് മഴവെള്ളം ദേഹത്ത് വീഴാതെ തടയുക എന്നതിലുപരി ആ സമയത്ത് നമുക്കുണ്ടാകുന്ന മറ്റ് എന്താ പറയാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നതാണ് ആ കുട ചെയ്യുന്നത്. ഇൻഷുറൻസും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓഹോ, അതായത് ഈ നമ്മൾ വായിച്ച കാര്യങ്ങളിൽ പറയുന്ന റിസ്ക് ട്രാൻസ്ഫർ എന്ന കൺസെപ്റ്റ് അല്ലേ? കൃത്യം. റിസ്ക് ട്രാൻസ്ഫർ. സ്വന്തമായി നമ്മൾ എടുക്കേണ്ടി വരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയെ ഒരു ചെറിയൊരു തുക നൽകി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഈ റിസ്ക് ട്രാൻസ്ഫറിനെ കുറിച്ച് നമ്മുടെ ഡേറ്റയിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് ഒരു സാധാരണക്കാരന്റെ ആകെയുള്ള സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഒരു അപ്രതീക്ഷിത ആശുപത്രി ബില്ലിന് കഴിയുമെന്ന്. അതെ, അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത്. ഇതിനെ ഒരു സാമ്പത്തിക ഭൂകമ്പം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഭൂകമ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒന്നല്ലല്ലോ. അപ്പോ വരാൻ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി നമ്മൾ എന്തിന് ഇത്രയധികം തയ്യാറെടുക്കണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അങ്ങനെ ചിന്തിക്കുന്നതിലൊട്ടും തെറ്റില്ല. അത് മനുഷ്യസഹജമായൊരു ചിന്തയാണ്. ഇതിനെ ഒപ്റ്റിമിസം ബയാസ് എന്നാണ് വിളിക്കുന്നത്. അതായത്, എനിക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല എന്ന നമ്മുടെ തലച്ചോറിന്റെ ഒരു സ്വാഭാവിക ചിന്താഗതി. ആ, അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു രീതി. അതെ അതെ. നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം പലിശയോടുകൂടി വളരുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ വർഷങ്ങളായി സ്വരുക്കൂട്ടി ആ പണം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ആശുപത്രി ബില്ലിലേക്ക് പോകും. ശരിയാണ്. ആ ഒരു സാമ്പത്തിക ഭൂകമ്പം എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുക എന്നത് കേവലം ഒരു ചോയ്സ് അല്ല, മറിച്ച് നമ്മുടെ അധ്വാനത്തെ സിസ്റ്റമാറ്റിക്കായി സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഡിസിഷനാണ്. ഒരു നിമിഷം, ആ വാദത്തിൽ ചെറിയൊരു പ്രശ്നമില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത്, വർഷങ്ങളോളം നമുക്കൊരു അസുഖവും വന്നില്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഈ പ്രീമിയം മുഴുവൻ വെറുതെ പോവുകയല്ലേ? പലരും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അല്ല, ഒരു ചെറിയ പ്രീമിയം നൽകി വലിയ സുരക്ഷ നേടാം എന്നത് ശരിയാണ്. എങ്കിലും ഒരു റിട്ടേണും കിട്ടാത്ത ഈ പണത്തെ എങ്ങനെയാണ് വെറുമൊരു ചെലവായി കാണാതിരിക്കുക? ഇതിൽ നമ്മുടെ പണം നഷ്ടപ്പെടുന്നില്ലേ? അവിടെയാണ്